നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മാത്രം മതി. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫസ്റ്റ് വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പാലാണ്. ഇനി 1 ടീസ്പൂണ് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ നിറച്ചും മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒരു 2 സെക്കൻഡ് ഒന്ന് അടിച്ചാലും മതി. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വനില എസൻസോ ഏലക്കായ്പ്പൊടിയോ അല്ലെങ്കിൽ സിനമൺ പൗഡറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു 4 പീസ് ബ്രെഡ് എടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേരുവകൾ. ഇനി ഒരു ഫ്രൈ പാൻ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറച്ച് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത് നല്ല തിന്നായിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കുക. അത് ഒരു സൈഡ് കുറച്ച് ആറി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാറ്റിൽ വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്രൈ പാനിലാകുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബ്രെഡ് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. പാലിൽ മുക്കി ഒരുപാട് കുതിരാൻ വെക്കരുത്, പെട്ടെന്ന് എടുക്കണം. പാലിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ പാൻ കേക്ക് ഇതുപോലെ ഈ ബ്രെഡിനെ കവർ ചെയ്ത് കൊടുക്കുക. 4 സൈഡും ഒരുപോലെ കവർ ചെയ്യുക. ബ്രെഡ് വെച്ചപ്പാട് തന്നെ ഇതുപോലെ കവർ ചെയ്യണം. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് ഉള്ളത്. നല്ല ഫ്ലെയിമിലായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ കുറച്ചാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ അല്ലെങ്കിൽ തേച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി ബ്രെഡിൻ്റെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്സായിട്ടും അതുപോലെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനും പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അതുപോലെ പാല് ബ്രെഡിൽ മുക്കുന്നതോട് നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പം പാല് പുറത്തോട്ടേക്ക് വരും. പക്ഷെ ഒന്നുമില്ല, ബ്രെഡ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇതൊരിക്കലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.